നമസ്കാരം ഗൈസ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജ്ജു ദി സെയിലർ എന്നെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചകൾ ലൈബോട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് എക്യുപ്മെൻറ്റ്സ് കാണുന്നതും ലൈബോട്ട് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതും തേർഡ് ഓഫീസർ കൂടെ സേഫ്റ്റി റൗണ്ട്സ് ചെയ്യുന്നതെല്ലാം. തേർഡ് ഓഫീസർ കേട്ടോ, ജൂനിയർ ഓഫീസറാണ്. ഞങ്ങളുടെ കപ്പലിൽ തേർഡ് ഓഫീസറിന് പകരം ജൂനിയർ ഓഫീസറാണുള്ളത്. ജൂനിയർ ഓഫീസർ എന്താണ്, എങ്ങനെയാവുന്നത് എല്ലാം ഞാൻ വരുന്ന വീഡിയോയിലെല്ലാം പറഞ്ഞു തരാം. ഏറ്റവും മുകളിൽ നിന്ന് ഞാൻ താഴത്തെ നിലയിലേക്കാണ് വരുന്നത്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബി ഡെക്കിൻ്റെ ഒരു കോർണറിലായിട്ടാണ് ജിംനേഷ്യത്തിനോട് ചേർന്ന് തന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. ഏറെ കാലത്തിന് ശേഷം സ്വിമ്മിംഗ് പൂൾ ഇപ്പോൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളിലെ കാഴ്ചകളെല്ലാം ഇനി തൊട്ടടുത്ത ദിവസങ്ങളിലെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തു നിന്നുള്ള പുറത്തേക്കുള്ള ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർബോർഡ് സൈഡിലെ ലൈഫ് ബോട്ട് കാണാം. കപ്പലിന് 2 ലൈഫ് ബോട്ട്സ് ഉണ്ട്. ലൈഫ് ബോട്ടിൻ്റെ കപ്പാസിറ്റി 28% ആണ്. അതായത് 28 ആൾക്കാർക്ക് മാത്രമേ അതിൽ കയറാൻ കഴിയുള്ളൂ. അതിനോട് ചേർന്ന് തന്നെ 2 ലൈഫ് റാഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് പോർട്ട് സൈഡിലും ഉള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച സ്റ്റാർബോർഡ് സൈഡിലെ ലൈഫ് ബോട്ടാണ്. ഇവിടെ നിന്ന് നമുക്കിനി പോർട്ട് സൈഡിലെ ലൈഫ് ബോട്ട് കാണാൻ പോവാം. പോർട്ട് സൈഡിലെ ലൈഫ് ബോട്ട് കാണാൻ വീണ്ടും നമുക്ക് അക്കോമഡേഷനുള്ളിൽ കൂടെ തന്നെ പോകേണ്ടതുണ്ട്. ലൈഫ് ബോട്ട് രണ്ടും സ്ഥിതി ചെയ്യുന്നത് ബി ഡെക്കിൻ്റെ പോർട്ട് സൈഡും സ്റ്റാർബോർഡ് സൈഡിലുമാണ്. ഇത് ആലിവയാണ്. ആലിവയിൽ ഒരുപാട് ക്യാബിൻസ് കാണാം. എല്ലാം ക്രൂ താമസിക്കുന്ന റൂമുകളാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റലിൻ്റെ ഇൻചാർജ് സെക്കൻഡ് ഓഫീസറാണ്. അതായത് ഞാനാണ് ഹോസ്പിറ്റലിൻ്റെ ഇൻചാർജ്. ഇനി നമുക്ക് പോർട്ട് സൈഡിലെ ലൈഫ് ബോട്ട് കാണാം. ഡോറ് തുറന്നാൽ തന്നെ ഫസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് ലൈഫ് ബോട്ടാണ്. ഇപ്പോൾ നമ്മളെ കപ്പലുള്ളത് ഒമാൻ കടലിൽ, അതായത് ഒമാൻ സീ, ഇറാൻ്റെയും ഒമാൻ്റെയും നടുഭാഗത്തായിട്ടാണ് ഇപ്പോൾ കപ്പൽ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 11 നോട്ട് സ്പീഡിലാണ് കപ്പൽ. വളരെ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോർട്ട് സൈഡിലെ ലൈഫ് ബോട്ടിനോട് ചേർന്ന് തന്നെ 2 ലൈഫ് റാഫ്റ്റും കാണാം. ഇതെല്ലാം കപ്പൽ മുങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ്. കപ്പലിലെ സേഫ്റ്റി ഓഫീസർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓഫീസറാണ്. അതായത് ഞാനാണ് കപ്പലിലെ സേഫ്റ്റി ഓഫീസർ. കപ്പലിലെ ലൈഫ് സേവിങ് അപ്ലയൻസസ്, ഫയർ ഫൈറ്റിംഗ് അപ്ലയൻസസ്, അതായത് ലൈഫ് ബോട്ട്, ലൈഫ് റാഫ്റ്റ്, പൈറോ ടെക്നിക്സ്, കൂടാതെ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്, SCBA, എമർജൻസി ബ്രീത്തിങ് ഡിവൈസ്, അങ്ങനെ പലതരത്തിലുള്ള ലൈഫ് സേവിങ് അപ്ലയൻസസും ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻസും കപ്പലുണ്ട്. അപ്പം ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതെല്ലാം തേർഡ് ഓഫീസറാണ്. സെക്കൻഡ് ഓഫീസറിനും അതേപോലെ തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ചീഫ് ഓഫീസറും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പം എല്ലാവരും ഒന്നിച്ച് ചേർന്നാണ് കപ്പലിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം ചീഫ് ഓഫീസറാണ് ഡെക്കിൻ്റെ ഹെഡ്. അപ്പോൾ ചീഫ് ഓഫീസറിൻ്റെ അണ്ടറിലാണ് ബാക്കി എല്ലാ ഓഫീസേഴ്സും വരുന്നത്. കപ്പലിലെ സേഫ്റ്റി ഓഫീസറായ എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. കപ്പലിലെ എല്ലാ ലൈഫ് സേവിങ് അപ്ലയൻസസും ഫയർ ഫൈറ്റിംഗ് അപ്ലയൻസസും ഏത് തരത്തിലുള്ള എമർജൻസിയും നേരിടാൻ തയ്യാറാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വീക്കിലിയും മാസവും എനിക്ക് ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ കാണുന്നത് എംബാർക്കേഷൻ ലാഡറാണ്. അപ്പം ലൈഫ് ബോട്ട് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ലൈഫ് റാഫ്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ ലാഡർ വഴി വേണം കടലിലോട്ട് അല്ലെങ്കിൽ താഴത്തോട്ട് ഇറങ്ങാൻ. അപ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസ് ജോബെല്ലാം ഇപ്പം കപ്പലിലെ ജൂനിയർ ഓഫീസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജൂനിയർ ഓഫീസർ അസിസ്റ്റ് ചെയ്യാൻ ഡെക്കിലെ ക്രൂ അല്ലെങ്കിൽ ബോസിനെല്ലാം ഉണ്ടാവും. ബട്ട് ഇന്ന് ജൂനിയർ ഓഫീസർ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈഫ് ബോട്ടിൻ്റെ താഴ്ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണുന്നത്. ലൈഫ് ബോട്ടിൻ്റെ ബാക്ക് സൈഡിൽ ബോട്ടിൻ്റെ പ്രൊപ്പല്ലറും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ കാണാൻ കഴിയും. ജൂനിയർ ഓഫീസർ വരുന്നവരെ കപ്പലിൻ്റെ സൈഡിൽ ഞാൻ കടൽക്കാറ്റും കൊണ്ടുകൊണ്ട് അല്പം നേരം നിന്നു. ഒട്ടും താമസിച്ചില്ല, ജൂനിയർ ഓഫീസറെയാണ് നിങ്ങൾ കാണുന്നത്. ചിപ്പിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള ഹാമറും വയർ ബ്രഷ് എല്ലാം എടുത്തുകൊണ്ട് സ്റ്റോറിൽ നിന്നിപ്പോൾ മുകളിലോട്ട് വരുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത്. വിജയ് കാർത്തിക് എന്നാണ് പേര്, തമിഴ്നാട്ടുകാരൻ. കപ്പൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 2 മാസമായിട്ടുണ്ട്. കിടിലൻ ഡാൻസർ കൂടെയാണ്. നമ്മൾ ഇനി കാണാൻ പോകുന്ന വീഡിയോസ് എല്ലാം വിജയിൻ്റെ ഡാൻസാണ്. അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം. വീക്ക്ലി ചെക്കിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കപ്പലിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് അപ്പർ ഡെക്ക്. അപ്പർ ഡെക്കിൽ ഒരുപാട് എക്സ്റ്റിങ്ക്യൂഷേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്.
അപ്പം അതെല്ലാം ചെക്ക് ചെയ്യാനും സേഫ്റ്റി ലോക്കറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് പോകുന്നത്. അതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പർ ഡെക്കിൽ ആലുവൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സേഫ്റ്റി സൈൻസ് കാണാം. വാർണിംഗ് സൈൻസ്, പ്രൊഹിബിഷൻ സൈൻസ്, ഒരുപാട് കാര്യങ്ങളെല്ലാം ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ആരൊക്കെയാണ് ഡ്യൂട്ടിയിലുള്ളത് ഡെക്കിലും എഞ്ചിനിലും. അതേപോലെ സെയിലിംഗ്, നെക്സ്റ്റ് പോർട്ട്, ഷോർ ലീവ് എക്സ്പയർ, ഇതെല്ലാം ഷോർ ലീവിന് പോകുന്ന സമയത്ത് മാത്രമാണ് ഫില്ല് ചെയ്യുന്നത്. ഇതാണ് IMO സേഫ്റ്റി സൈൻസ്. തൊട്ടടുത്ത് തന്നെ മസ്റ്റർ ലിസ്റ്റ് കാണാം. കപ്പലിൽ ആരൊരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും അവരുടെ പേര് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കും. അവരുടെ പേരും റാങ്കും കൂടാതെ എന്ത് തരത്തിലുള്ള എമർജൻസി വന്നു കഴിഞ്ഞാലും അവരുടെ ഡ്യൂട്ടി എന്തായിരിക്കും. ഉദാഹരണത്തിന് അബാൻഡൻ ഷിപ്പ്, ഫയർ, ഓയിൽ സ്പിൽ, മാൻ ഓവർ ബോർഡ്, പൈറസി, അങ്ങനെ പലതരത്തിലുള്ള എമർജൻസി കപ്പലുണ്ട്. അങ്ങനെ ഏത് തരത്തിലുള്ള എമർജൻസി വന്നു കഴിഞ്ഞാലും അവർ മാസ്റ്റർ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ഡ്യൂട്ടിയാണ് അവർ ചെയ്യേണ്ടത് അതെല്ലാം ഇതിൽ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരാൾ കപ്പലിൽ വന്നു കഴിഞ്ഞാലും ആദ്യം അവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സെയിം ഡ്യൂട്ടീസ് അവരുടെ അക്കോമഡേഷൻ റൂമിൻ്റെ പുറത്തും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പ്ലാനുകൾ നിങ്ങൾക്ക് കാണാം. ജനറൽ അറേഞ്ച്മെൻറ്റ് പ്ലാൻ, അതായത് കപ്പലിൻ്റെ ഫുൾ പ്ലാനാണ് നിങ്ങൾ കാണുന്നത്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. സേഫ്റ്റി പ്ലാൻ, കപ്പാസിറ്റി പ്ലാൻ, ഡാമേജ് കൺട്രോൾ പ്ലാൻ, അങ്ങനെ പലതരത്തിലുള്ള പ്ലാനുകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ എഞ്ചിൻ റൂമിൻ്റെ എൻട്രൻസും നിങ്ങൾക്ക് കാണാം. എൻട്രൻസിലും ഒരുപാട് വാർണിംഗ് സൈൻസും കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി ലോക്കറിൽ നിന്ന് എല്ലാ എക്യുപ്മെൻറ്റ്സും ഞങ്ങൾ ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇലക്ട്രീഷ്യനെ കണ്ടത്. ഇലക്ട്രീഷ്യൻ ശ്രീലങ്കക്കാരനാണ്. കപ്പലിൽ ഒരുപാട് ഇലക്ട്രിക്കൽ സ്റ്റോറുകളുണ്ട്. അപ്പർ ഡെക്കിലുണ്ട്, ഡി ഡെക്കിലുണ്ട്, എഞ്ചിൻ റൂമിലുണ്ട്. അങ്ങനെ 4-5 ഇലക്ട്രിക്കൽ സ്റ്റോറുകളുണ്ട്. അതിൽ ഒരു സ്റ്റോറാണ് നിങ്ങൾ കാണുന്നത്. എല്ലാ തരത്തിലുള്ള ഇലക്ട്രിക്കൽ ഐറ്റംസും ബൾബുകളും ഫ്യൂസുകളും അതിന് വേണ്ടിയുള്ള സ്പ്രേയും കാര്യങ്ങളെല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പം ഇലക്ട്രീഷ്യനോട് ബൈ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഡെക്കിലേക്ക് ഇറങ്ങി. മെയിൻ ഡെക്കിൽ ഫയർ ഹൈഡ്രൻറ്റ്, ഫയർ ഓക്സ് ബോക്സ്, ഫയർ പ്ലാൻസ്, അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം വീക്കിലും മന്തിലെല്ലാം ഇൻസ്പെക്ട് ചെയ്യണം. ഇപ്പം ഫയർ ഓക്സ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. എല്ലാ മാസവും ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം സൈൻ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ ഫയർ ഓക്സ് ബോക്സ് ഓക്കെയാണ്, ക്ലീൻ ആണ്, ഡാമേജ് ഇല്ല, ഫയർ ഓക്സ് നല്ല കണ്ടീഷനാണുള്ളത്, ഫയർ നോസിൽസ് ഉണ്ട്, എല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതിനുശേഷം മാത്രമേ സൈൻ ചെയ്യാൻ പാടുകയുള്ളൂ. കപ്പലിൽ ലൈഫ് സേവിങ് അപ്ലയൻസസും ഫയർ ഫൈറ്റിംഗ് അപ്ലയൻസും ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഇൻസ്പെക്ട് ചെയ്ത് തീർക്കാൻ കഴിയില്ല. 2-3 ദിവസങ്ങളെടുത്ത് വേണം എല്ലാം ഇൻസ്പെക്ട് ചെയ്ത് ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്താൻ. എല്ലാം കപ്പലിലെ ക്രൂവിൻ്റെ സേഫ്റ്റിക്കും കപ്പലിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും സ്റ്റാർബോർഡ് സൈഡിലെ ലൈഫ്ബോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ലൈഫ്ബോട്ടിൽ കയറിയിട്ട് ലൈഫ്ബോട്ടിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർബോർഡ് സൈഡിലെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പോർട്ട് സൈഡിലെ ലൈഫ്ബോട്ടിൻ്റെ എൻജിനും സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ലൈഫ്ബോട്ടിലെ എക്യുപ്മെൻറ്റ്സിനെ നമുക്ക് പരിചയപ്പെടാം. ലൈഫ് ബോട്ടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണുന്നത് സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് തന്നെ സീറ്റ് അറേഞ്ച്മെൻറ്റ് കാണാം. അതിന് മുകളിലായിട്ട് മാഗ്നറ്റിക് കോമ്പസും എൻജിൻ പുഷ് ബട്ടൺസും കാര്യങ്ങളും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും എല്ലാം കാണാം. പലതരത്തിലുള്ള ലൈഫ് ബോട്ട്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഓപ്പൺ ടൈപ്പ് ലൈഫ് ബോട്ട്, ഫുള്ളി എൻക്ലോസ് ലൈഫ് ബോട്ട്, ഫ്രീ ഫോൾ ലൈഫ് ബോട്ട്. അതിനനുസരിച്ച് ഓരോന്നിൻ്റെയും കൺസ്ട്രക്ഷനും സീറ്റിംഗ് പൊസിഷനും സ്റ്റിയറിംഗ് വീൽ പൊസിഷനും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ലൈഫ് ബോട്ട് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാറ്ററി ഉപയോഗിച്ചാണ്. ബാറ്ററി ചാർജ് ആക്കാൻ വേണ്ടിയിട്ട് ലൈഫ് ബോട്ടിൻ്റെ പുറത്ത് കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ലൈഫ് ബോട്ട് എൻജിൻ ട്രൈ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും കേബിൾ ഡിസ്കണക്ട് ചെയ്യേണ്ടതുണ്ട്. ചാർജിങ് കേബിൾ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ബാറ്ററി സെലക്ട് ചെയ്യാൻ. ബാറ്ററി നമ്പർ 1, ബാറ്ററി നമ്പർ 2 അല്ലെങ്കിൽ ബോത്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇഷ്ടമുള്ള ബാറ്ററി നമുക്ക് സെലക്ട് ചെയ്തിട്ട് എൻജിൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബാറ്ററി സെലക്ഷൻ നോബാണ്. ഇതിൽ നമ്പർ 1, നമ്പർ 2 അല്ലെങ്കിൽ ബോത്ത് എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്.
ബോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബാറ്ററിയും കൂടെ ഒന്നിച്ച് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ 2 ബാറ്ററിയും ഒന്നിച്ച് യൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ലൈഫ്ബോട്ട് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഓയിൽ ലെവലും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. വീക്ക്ലി ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് എൻജിനീയേഴ്സ് എൻജിനും അതിൽ ബന്ധപ്പെട്ട ഓയിലും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെക്കും. അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഓഫ് എനി എമർജൻസി നമുക്ക് പെട്ടെന്ന് തന്നെ ലൈഫ്ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. ബാറ്ററി സെലക്ട് ചെയ്തതിന് ശേഷം പവർ ഓൺ ആക്കിയതിന് ശേഷം സ്റ്റാർട്ട് ബട്ടണിൽ പ്രസ് ചെയ്യണം. സ്റ്റാർട്ട് ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം എൻജിൻ ടെലിഗ്രാഫ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലിവറിനെ മുന്നോട്ട് ചലിപ്പിക്കുകയാണെങ്കിൽ ലൈഫ്ബോട്ട് മുന്നിലോട്ട് പോകും. അതുപോലെ തന്നെ മിഡിൽ പൊസിഷനിൽ കൊണ്ടുവന്നാൽ ന്യൂട്രൽ പൊസിഷനായി. അതിനുശേഷം പിന്നോട്ട് ലിവർ മാറ്റുകയാണെങ്കിൽ എൻജിൻ പിന്നോട്ട് ചലിക്കും. ഇങ്ങനെയാണ് നോർമൽ പ്രൊസീജിയർ വരുന്നത്. എല്ലാം കഴിഞ്ഞ ശേഷം സ്റ്റോപ്പ് ബട്ടൺ കണ്ടിന്യൂസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ സ്റ്റോപ്പ് ആവും. എല്ലാ ആഴ്ചയിലും 3 മിനിറ്റ് മിനിമം മുന്നോട്ടും പിന്നോട്ടും എൻജിനെ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. എല്ലാ ഇൻസ്പെക്ഷനും കഴിഞ്ഞ ശേഷം ലോഗ് ബുക്കിൽ എൻട്രി ചെയ്യണം. എൻജിൻ ഓഫ് ആക്കിയതിന് ശേഷം ബാറ്ററി ഓഫ് പൊസിഷനിലേക്ക് മാറ്റിയതുണ്ട്. അതിനുശേഷം നേരത്തെ നമ്മൾ ഡിസ്കണക്ട് ചെയ്ത കേബിൾ വീണ്ടും കണക്ട് ചെയ്യണം. സ്റ്റാർബോർഡ് സൈഡ് ലൈഫ്ബോട്ടിൻ്റെ ഇൻസ്പെക്ഷന് ശേഷം പോർട്ട് സൈഡിലെ ലൈഫ്ബോട്ട് എൻജിൻ ഞങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പോവുകയാണ്. സ്റ്റാർബോർഡ് സൈഡിലെ ബാറ്ററി ചാർജിങ് കേബിൾ ഡിസ്കണക്ട് ചെയ്ത പോലെ തന്നെ പോർട്ട് സൈഡിലെ ബാറ്ററി ചാർജിങ് കേബിളും നമുക്ക് ഡിസ്കണക്ട് ചെയ്യേണ്ടതുണ്ട്. ലൈഫ്ബോട്ടിൻ്റെ എൻജിനാണ് നിങ്ങൾ കാണുന്നത്. എൻജിൻ്റെ സറൗണ്ടിങ് ഏരിയാസിൽ ഓയിൽ ലീക്കോ അല്ലെങ്കിൽ ഓയിൽ ഫ്ലോട്ട് ചെയ്യുന്നില്ല എന്നെല്ലാം ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. നേരത്തെ സ്റ്റാർബോർഡ് സൈഡിലെ ലൈഫ്ബോട്ട് സ്റ്റാർട്ട് ചെയ്ത അതേ പ്രൊസീജിയറാണ് പോർട്ട് സൈഡിലുമുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ബാറ്ററി സെലക്ട് ചെയ്തതിന് ശേഷം എൻജിനെ പ്രവർത്തിപ്പിക്കാം. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റെക്കോർഡ് ബുക്കിൽ ലോഗ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. സ്റ്റിയറിംഗ് കൺസോളിനോട് ചേർന്ന് തന്നെ സെർച്ച് ലൈറ്റ് കാണാം. സെർച്ച് ലൈറ്റും വർക്ക് ചെയ്യുകയാണെന്ന് ഉറപ്പുവരുത്തണം. എല്ലാ ലൈഫ് ബോട്ടിലും ഫസ്റ്റ് എയ്ഡ് കിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഒരുപാട് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ബേസിക് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. കൂടാതെ എത്ര ക്വാണ്ടിറ്റി എന്നിവരെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് സീ ആങ്കർ. സീ ആങ്കർ മെയിൻലി യൂസ് ചെയ്യുന്നത് ലൈഫ് ബോട്ടിനെ എവിടെയെങ്കിലും സ്റ്റേബിളായിട്ട് നിർത്താൻ വേണ്ടിയിട്ടും അല്ല എന്നുണ്ടെങ്കിൽ റോളിംഗ് ആൻഡ് പിച്ചിങ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സീ റഫായ സമയത്ത് ലൈഫ് ബോട്ടിൻ്റെ റോളിംഗ് പിച്ചിങ് മൂവ്മെൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് സീ ആങ്കർ യൂസ് ചെയ്യുന്നത്. ഇതാണ് ലൈഫ് ബോട്ടിൻ്റെ ബാറ്ററി. 2 ബാറ്ററി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും 2 സൈഡിലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എമർജൻസി ടില്ലർ. അതായത് ലൈഫ് ബോട്ടിൻ്റെ മെയിൻ സ്റ്റിയറിംഗ് ഫെയിലായി കഴിഞ്ഞാൽ എമർജൻസി ടില്ലർ ഉപയോഗിച്ചിട്ട് ലൈഫ് ബോട്ടിനെ നമുക്ക് പോർട്ട് സൈഡിലേക്കോ സ്റ്റാർബോർഡ് സൈഡിലേക്കോ അല്ലെങ്കിൽ തിരിക്കാനെല്ലാം സാധിക്കും. അതുകൊണ്ട് തന്നെ എമർജൻസി സ്റ്റിയറിംഗ് ചെയ്യുന്ന സമയത്ത് ഈ ഏരിയയിൽ നിന്ന് എപ്പോഴും ക്ലിയർ ആയിട്ട് ഇരിക്കേണ്ടതുണ്ട്. എമർജൻസി ഡ്രിങ്കിങ് വാട്ടർ 500 ml ആണ് ഇതിലുള്ളത്. അതായത് ഒരു ദിവസം ഒരാൾക്ക് 500 ml വാട്ടർ മാത്രമേ കുടിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എമർജൻസി സിറ്റുവേഷന് വേണ്ടി മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ഒരുപാട് ക്യാനുകളിൽ വെള്ളം നിറച്ചിട്ട് ലൈഫ് ബോട്ടിൻ്റെ മറ്റ് സൈഡിലെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്.
ഇതാണ് സർവൈവൽ മാനുവൽ. ലൈഫ് ഓഫ് പൈ എന്ന മൂവി കണ്ടവർക്ക് ഇതിൻ്റെ യൂസ് കൃത്യമായിട്ട് അറിയാൻ കഴിയും. കടലിൽ സർവേ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പിക്ചർ അടക്കം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. നോർമൽ യൂസിന് വേണ്ടിയുള്ള സേഫ്റ്റി നൈഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 തരത്തിലുള്ള നൈഫുണ്ട്, സേഫ്റ്റി നൈഫും ജാക്ക് നൈഫും. ഇപ്പോൾ നമ്മൾ കാണുന്നത് സേഫ്റ്റി നൈഫാണ്. ഇരുപത്തഞ്ചിൽ മുകളിൽ പരം ഐറ്റംസ് ലൈഫ് ബോട്ടിനുള്ളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഐറ്റംസും വീഡിയോയിൽ കാണിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ പോരാതെ വരും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് ലൈഫ് ബോട്ടിലെ എക്യുപ്മെൻറ്റ്സിൽ കാണിക്കുന്നുള്ളൂ. ഇതാണ് റോക്കറ്റ് പാരച്യൂട്ട്. മറ്റ് കപ്പലുകളുടെയോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെയോ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഡേ ടൈമിലോ അല്ലെങ്കിൽ നൈറ്റ് ടൈമിലോ ഇത് യൂസ് ചെയ്യാം. നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ 30,000 കാൻഡല പവർ വിസിബിലിറ്റി ഇതിനുണ്ടായിരിക്കും. ഏകദേശം 30 നോട്ടിക്കൽ മൈൽ ഡിസ്റ്റൻസിന് വരെ ഇതിൻ്റെ ലൈറ്റ് മറ്റ് കപ്പലുകൾക്കോ എയർക്രാഫ്റ്റിനോ കാണാൻ കഴിയും. സീ സിക്നെസ് ടാബ്ലറ്റ്. ലൈഫ് ബോട്ട് റോളിംഗ് പിച്ച് കുറയുകയാണെങ്കിലോ അല്ലെങ്കിൽ വെതർ മോശമാണെന്നുണ്ടെങ്കിലോ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് അത് യൂസ് ചെയ്യാവുന്ന ടാബ്ലറ്റാണ് സീ സിക്നെസ് ടാബ്ലറ്റ്. ഓറഞ്ച് സ്മോക്ക് സിഗ്നൽ. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റ് കപ്പലുകളുടെയോ എയർക്രാഫ്റ്റിൻ്റെയോ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മുകളിൽ കാണുന്ന ടോപ്പ് സൈഡ് ഓപ്പൺ ചെയ്തതിനു ശേഷം പുറത്തേക്ക് എറിയണം. ഏകദേശം 3 മിനിറ്റോളം ഓറഞ്ച് സ്മോക്ക് ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യും. അതുകൊണ്ട് മറ്റ് കപ്പലുകൾക്ക് പെട്ടെന്ന് നമ്മളെ കാണാൻ കഴിയുന്നതാണ്. ഫിഷിംഗ് ടാക്കിള്. കടലിൽ നിന്ന് മീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തെർമൽ പ്രൊട്ടക്റ്റീവ് എയ്ഡ്. ശരീരത്തിൽ നിന്ന് ചൂട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഡേ ലൈറ്റ് സിഗ്നലിംഗ് ലാമ്പ്. ഇത് നമ്മൾ ചെറുപ്പകാലനൊക്കെ ഉപയോഗിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സൂര്യനെ നേരെ പിടിച്ചതിന് ശേഷം അതിൽ നിന്ന് വരുന്ന ലൈറ്റിനെ മറ്റൊരു ഏരിയയിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സംഭവമാണ് ഇത്. സൂര്യനിൽ നിന്ന് വരുന്ന വെളിച്ചത്തെ ഇതിൽ കൂടെ റിഫ്ലക്റ്റ് ചെയ്ത് എയർക്രാഫ്റ്റിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഷിപ്പിലേക്കോ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കാം. അത് മുഖേന മറ്റ് കപ്പലുടെയോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിനെയോ ശ്രദ്ധ നമുക്ക് പിടിച്ചു പറ്റാൻ കഴിയും. ഇതാണ് ജാക്ക് നൈഫ്. വളരെ മൂർച്ചയുള്ളതാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യില്ലെങ്കിൽ കയ്യിൽ മുറിയാൻ സാധ്യതയുണ്ട്. ഇതാണ് ഹാൻഡ് ഫ്ലയേഴ്സ്. നേരത്തെ ഞാൻ കാണിച്ച റോക്കറ്റ് പാരച്യൂട്ട്, സ്മോക്ക് സിഗ്നൽ, അതുപോലെ തന്നെ ഇതും മറ്റ് കപ്പലിൻ്റെയോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെയോ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഏകദേശം 60 സെക്കൻഡോളം ബ്രൈറ്റ് റെഡ് കളറിൽ ഫ്ലെയിം ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ലൈഫ് ബോട്ടിലെ ഫുഡ് റേഷൻ എന്ന് പറയുന്നത്. ബിസ്ക്കറ്റ് രൂപത്തിലാണ് ഇതുള്ളത്. ഏകദേശം 10,000 കിലോ ജൂളാണ്. അതായത് 500 to 500 ഗ്രാം ഇരിക്കും.
സ്റ്റിയറിംഗ് കൺസോളിൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ പോർട്ടബിൾ എക്സ്റ്റിങ്ക്വിഷറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ഫയർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ 28 പേർക്കുള്ള സീറ്റ് ബെൽറ്റ് അറേഞ്ച്മെൻറ്റ്സും കാണാം. ഇതാണ് ബിൽജ് പമ്പ്. ലൈഫ്ബോട്ടിൻ്റെ ഉള്ളിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ പമ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിൽജ് പമ്പ് യൂസ് ചെയ്യുന്നത്. അരമണിക്കൂറത്തെ ലൈഫ്ബോട്ട് ഇൻസ്പെക്ഷന് ശേഷം ഞങ്ങൾ ലൈഫ്ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി ബാറ്ററി ചാർജർ കണക്ട് ചെയ്യേണ്ടതുണ്ട്. കപ്പലിലെ എമർജൻസി സിറ്റുവേഷൻ ഏത് നിമിഷവും സംഭവിക്കാം. അതായത് കപ്പൽ മുങ്ങുകയോ അല്ലെങ്കിൽ തീപിടുത്തം സംഭവിക്കുകയോ അതെല്ലാം ഏത് നിമിഷവും കപ്പൽ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗങ്ങളാണ് ലൈഫ് ബോട്ടും ലൈഫ് റാഫ്റ്റും. സേഫ്റ്റി ഡ്രില്ല് നടത്തുന്ന സമയത്ത് എല്ലാ ക്രൂ മെമ്പേഴ്സിനെ കൊണ്ടും ലൈഫ് ബോട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും. കൂടാതെ ലോഞ്ചിങ് പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും എങ്ങനെയാണ് ലൈഫ് ബോട്ട് ലോഞ്ച് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ലൈഫ് ബോട്ട് എഞ്ചിൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതും അറിഞ്ഞിരിക്കേണ്ടതാണ്. നിയമപ്രകാരം എല്ലാ വീക്കിലും ലൈഫ് ബോട്ടിൻ്റെ എഞ്ചിന് ട്രൈ ഔട്ട് ചെയ്യണം. എല്ലാ മാസവും എംബാർക്കേഷൻ ഡെക്ക് വരെ ലൈഫ് ബോട്ടിനെ ഇറക്കുകയും വേണം. കൂടാതെ 3 മാസം കൂടുമ്പോൾ ലൈഫ് ബോട്ടിനെ കടലിൽ ഇറക്കിയിട്ട് മെനോറിങ് ചെയ്യണം. ഇതെല്ലാം റെക്കോർഡ് ചെയ്തു വെക്കേണ്ടതാണ്. ലൈഫ് ബോട്ടിൽ ഇനിയും മോർ ദാൻ 15 ഐറ്റംസ് കാണിക്കാനുണ്ട്. ഉദാഹരണത്തിന് ബക്കറ്റ്, റഡാർ റിഫ്ലക്റ്റ്, ഹാച്ചറ്റ്സ്, റെസ്ക്യൂ കോഡ്സ്, ഓർസ്, അങ്ങനെ പലതരം എക്യുപ്മെൻറ്റ്സ് ഇനിയുമുണ്ട്. അതെല്ലാം നമുക്ക് മറ്റൊരു ദിവസത്തിൽ വിശദമായിട്ട് വീണ്ടും പരിചയപ്പെടാം. ലൈഫ് ബോട്ടിൻ്റെ എല്ലാ ഭാഗത്തും റിട്രോ റിഫ്ലക്റ്റീവ് ടൈപ്പ് കൊണ്ട് ഒട്ടിച്ചു വെച്ചിരിക്കുക നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തന്നെ എയർക്രാഫ്റ്റിനും അല്ലെങ്കിൽ മറ്റ് കപ്പലുകൾക്കും ദൂരത്ത് നിന്ന് തന്നെ പെട്ടെന്ന് കാണാൻ കഴിയുന്നതാണ്. കൂടാതെ ലൈഫ് ബോട്ട് എപ്പോഴും ഓറഞ്ച് കളറിലായിരിക്കും ഉണ്ടാകുന്നത്. കാരണം അതിൻ്റെ വിസിബിലിറ്റി കൊണ്ട് തന്നെ. ഓറഞ്ച് കളർ ഹൈലി വിസിബിളാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ലൈഫ് ബോട്ടും ഓറഞ്ച് കളറിൽ കാണപ്പെടുന്നത്. കപ്പൽ മുങ്ങുന്ന സമയത്ത് ആദ്യം നമ്മൾ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്നത് ലൈഫ് ബോട്ടാണ്. ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാലും മുങ്ങുന്ന കപ്പലിൻ്റെ അറ്റ്ലീസ്റ്റ് 2 നോട്ടിക്കൽ മൈൽ റേഞ്ചിലെങ്കിലും നിൽക്കേണ്ടതായിട്ടുണ്ട്. മുങ്ങുന്ന കപ്പലിൻ്റെ പൊസിഷൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീംസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ നമ്മൾ നിൽക്കുമ്പോൾ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമിന് നമ്മളെ പെട്ടെന്ന് കാണാൻ കഴിയും. ഡിസ്ട്രസ് ഷോറിനെ അറിയിക്കാൻ ഉപയോഗിക്കുന്ന എമർജൻസി പൊസിഷൻ ഇൻഡിക്കേറ്റീവ് റേഡിയോ ബീക്കൺ. ഡിസ്ട്രസ് മറ്റ് കപ്പലുകളെ അറിയിക്കാൻ ഉപയോഗിക്കുന്ന സെർച്ച് ആൻഡ് റെസ്ക്യൂ റഡാർ ട്രാൻസ്പോണ്ടർ. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ വിശദമായിട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ കാണാം. 2 മണിക്കൂറത്തെ സേഫ്റ്റി ഇൻസ്പെക്ഷന് ശേഷം ജൂനിയർ ഓഫീസർ വളരെയധികം ടയേർഡായിരിക്കുകയാണ്. അവസാനത്തെ കലാപരിപാടിയായിട്ടുള്ള എംബർക്കേഷൻ ലാഡർ ഇൻസ്പെക്ഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട്. ഇന്നത്തെ ക്ഷീണം മാറ്റാൻ ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഒമാൻ സീയിൽ കയറിയോട് കൂടിയിട്ട് ചൂടിന് ചെറിയ ശമനം വന്നിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസം കണ്ടിന്യൂസ് കടൽ യാത്രയായിരുന്നു. ഇനിയുമുണ്ട് 2 ദിവസം അടുത്ത ബോട്ടിൽ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ. സൂര്യാസ്തമയത്തിൻ്റെ അവസാന ഭാഗങ്ങൾ പകർത്താൻ വേണ്ടി ഞാനും ജൂനിയർ ഓഫീസറും ഞങ്ങളുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഓരോ സൂര്യാസ്തമയവും നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളുടെ കൊഴിഞ്ഞുപോക്കാണെന്ന് ഓർക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നു. എന്നിരുന്നാലും പുതിയൊരു സൂര്യോദയത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഞങ്ങളും അതിനുവേണ്ടി തന്നെ കാത്തിരിക്കുന്നു. പുതുപുത്തൻ കാഴ്ചകളും അറിവുകളുമായിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ നമുക്ക് മറ്റൊരു കടലിൽ നിന്ന് വീണ്ടും കാണാം. അതുവരെക്കും ബൈ ബൈ, ടേക്ക് കെയർ.